ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. പരീക്ഷയൊക്കെ അടുത്തെത്താറായി. എല്ലാവരും നന്നായിട്ട് ഉഴപ്പാതെ പഠിക്കണേ. കിട്ടുന്ന ഓരോ സമയവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് പറ്റാവുന്നത്ര എന്നുവെച്ചാൽ ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണം എന്നില്ല. നമുക്കൊരു 2 മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക നിങ്ങൾ. ഓക്കെ. അപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും, ഇപ്പോൾ ഞാനും ഒരു വീട്ടമ്മയാണ്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ തന്നെ കാരണം. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ഇല്ലെന്നല്ല, എന്നാലും കൂടുതലും. കാരണം ഒരു വീട്ടമ്മയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എനിക്കറിയാം. അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വീട്ടമ്മമാരും ഈ ക്ലാസ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക, പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇഷ്ടമായെങ്കിൽ, ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഭരണഘടന 3 ക്ലാസ്സുകൾ ചെയ്തല്ലേ. അപ്പോൾ ഇന്നത്തെ കൊണ്ട് ഏകദേശം ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന് തീരും കേട്ടോ. അപ്പോൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമുക്ക് എല്ലാവരും ഉഷാറല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇതിലേതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതല? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് ഏതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതല? എന്തൊക്കെയാണ് ചുമതലകൾ? ഞാൻ ഓപ്ഷനൊന്നും പറയുന്നില്ല, നമുക്കല്ലാതെ പറയാം. ഈ ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ആണെങ്കിൽ അദ്ദേഹത്തിന് ധാരാളം ചുമതലകളുണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ? എന്തൊക്കെയാ? പ്രധാനമന്ത്രിയെ നിയമിക്കുക അല്ലേ? കുറേ പേരുടെ നിയമനം ഇദ്ദേഹത്തിൻ്റെ കൈകളിലാണ്. എന്താണ്? പ്രധാനമന്ത്രിയുടെ നിയമനം, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനം അല്ലേ? ഇതൊക്കെ ആരാ ചെയ്യുന്നത്? രാഷ്ട്രപതിയുടെ ചുമതലയിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക. എന്താണ്? സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അല്ലേ? എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം. പ്രധാനമന്ത്രിയുടെ നിയമനം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിയമനം, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം, സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക, പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ആവശ്യമായിട്ട് വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക. ഇതെല്ലാം പ്രസിഡന്റിന്റെ ചുമതലകളാണ്. ഓക്കെ അല്ലേടാ? കിട്ടുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? സുപ്രീം കോടതിയുമായിട്ട് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് ശരിയെന്ന് പറയണം. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 110 സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. ആണോടാ? ആർട്ടിക്കിൾ 110 സുപ്രീം കോടതിയെ കുറിച്ചാണോ പറയുന്നത്? അത് തെറ്റാണല്ലേ പ്രസ്താവന? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രസ്താവന തെറ്റാണ്. അടുത്ത പ്രസ്താവന, ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. ശരിയാണോ? അതെ അല്ലേ? ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, ഉറപ്പായിട്ടും അത് ശരിയാണ്. മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതേ ഉള്ളൂ അല്ലേ? ജഡ്ജിമാരെ നിയമിക്കുന്നതാണെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലയാണ് അല്ലേ? അപ്പോൾ ഈ 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റിപ്പോയി. അപ്പോൾ ആ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്ന് പഠിക്കാം. ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നതൊക്കെ ആരാണടാ? രാഷ്ട്രപതിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് അല്ലേ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം എന്നാണെന്ന് പറഞ്ഞേ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി വരുന്നു 1774. എവിടെയാണ്? കൽക്കട്ടയിൽ അല്ലേ? കൽക്കട്ടയിൽ. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിളാണ് 124 മുതൽ 147 വരെ അല്ലേ? 124 മുതൽ 147 വരെ സുപ്രീം കോടതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. അധ്യായം ഏതാന്ന് ചോദിച്ചാലോ, പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? 4-ാം അധ്യായമാണ്. സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ തിലക് മാർഗിലാണ് അല്ലേ? ന്യൂഡൽഹിയിലെ തിലക് മാർഗിലാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ പിൻകോഡ് ഏതാണ്? 110001. പഠിച്ചേ, 110001 എന്ന് പറയുന്നതാണ് സുപ്രീം കോടതിയുടെ പിൻകോഡ്. മുദ്രാവാക്യം എന്താ? അപ്പോൾ സുപ്രീം കോടതിയുടെ മുദ്രാവാക്യം എന്താ? യഥോ ധർമ്മ തഥോ ജയ. ഓരോ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ മുദ്രാവാക്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ സുപ്രീം കോടതിയുടെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം യഥോ ധർമ്മ തഥോ ജയ. കിട്ടിയോടാ? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരനാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി വരുന്നു കൽക്കട്ടയിൽ 1774. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ്. സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി തിലക് മാർഗിലാണ്. പിൻകോഡ് ചോദിക്കുകയാണെങ്കിൽ 110001 ആണ്. മുദ്രാവാക്യം ചോദിക്കുകയാണെങ്കിൽ യഥോ ധർമ്മ തഥോ ജയ. ഇത്രയും ഓക്കെ അല്ലേടാ? കിട്ടിയല്ലോ.
അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ഇന്ത്യയിലെ സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നത് ആരാണ്? സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നത് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും. മൂന്നാമത്തെ ഓപ്ഷൻ ഉദ്യോഗസ്ഥർ. നാലാമത്തെ ഓപ്ഷൻ സഹമന്ത്രിമാർ. ഇങ്ങനെ 4 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. ചോദ്യം എന്താണ്? ഇതില് ഇന്ത്യയിലെ സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നത് ആരാണടാ? ആൻസർ സി ആണ്, ഉദ്യോഗസ്ഥരാ വരുന്നത് അല്ലേ. സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നത് ഇതിനകത്ത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് അവരെ നമുക്ക് എന്ത് പറയാം? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗമാണെന്ന് പറയാം അല്ലെ. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആയതുകൊണ്ട് അറിയപ്പെടുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗമാണ്. ഇന്ത്യയിലെ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങളാണ് ഏതൊക്കെ? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. അറിയാലോ, ഇന്ത്യയിൽ 2 തലത്തിലുള്ള കാര്യനിർവഹണ വിഭാഗമുണ്ട്. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗമുണ്ട്, കേന്ദ്ര കാര്യനിർവഹണ വിഭാഗമുണ്ട്. ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കാനും നടപ്പിലാക്കാനുമായി രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹം ഏതാണ്? അവരെയാണ് നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. എന്താണ്? ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കാനും നടപ്പാക്കാനുമായിട്ട് രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സമൂഹം, അതിനെയാണ് നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ഏതെല്ലാമാണ് രാജ്യസഭയുമായി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ? രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു. ശരിയാണോടാ? കറക്റ്റ് ആണല്ലേ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ്. അടുത്ത പ്രസ്താവന രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഡൗട്ടൊന്നുമില്ലല്ലോ, ശരിയല്ലേ അത്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭാംഗത്തിന്റെ കാലാവധി 6 വർഷമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണോ? രാജ്യസഭാംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. ഡൗട്ടൊന്നും വേണ്ട. രാജ്യസഭയാണെങ്കിൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല, അത് സ്ഥിരം സഭയാണ്. എന്നാൽ രാജ്യസഭ അംഗത്തിന്റെ കാലാവധി ചോദിച്ചാൽ അത് 6 വർഷമാണ് കേട്ടോ. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഈ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ അല്ലെങ്കിൽ ഉപരിമണ്ഡലം എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയായ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ അല്ലെങ്കിൽ ഉപരിമണ്ഡലമാണ് രാജ്യസഭ എന്ന് പറയാൻ പറ്റും. ഓക്കെ. ബ്രിട്ടീഷ് പാർലമെന്റിലെ പ്രഭു സഭയുണ്ടല്ലോ, അതിന് സമാനമാണ് ഇന്ത്യയിലെ രാജ്യസഭ. ഇന്ത്യയിലെ രാജ്യസഭ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിലെ പ്രഭു സഭയ്ക്ക് സമാനമാണ്. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശാണ് കേട്ടോ. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാ? കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങൾ 9 ആണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാടാ? 9 ആണ്. കിട്ടുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾക്കൊള്ളുന്ന അംഗങ്ങൾ ആരൊക്കെ? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജ് ഉണ്ടല്ലോ, അതിൽ ഉൾക്കൊള്ളുന്ന അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് വഴിയാണ് അല്ലെ. ആ ഇലക്ട്രൽ കോളേജിൽ ഏതൊക്കെ അംഗങ്ങളാണ് വരുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുവേ. ഏതൊക്കെ അംഗങ്ങളാണ് വരുന്നത്? ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വരും. പിന്നെയോ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പിന്നെ ആരാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ വരുന്നുണ്ടോ? ഇല്ല കേട്ടോ. ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചേരുമ്പോഴാണ് ഇലക്ട്രൽ കോളേജ് ആകുന്നത്. ഈ ഇലക്ട്രൽ കോളേജ് ആണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ പറയാം. ഉൾപ്പെടാത്തത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. അതായത് ലോകസഭയില് രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗങ്ങളുണ്ടല്ലോ, അവർ ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. ലോകസഭയിലെയും രാജ്യസഭയിലെയും നോമിനേറ്റഡ് അംഗങ്ങൾ, അതുപോലെ സംസ്ഥാന നിയമസഭകളിലെ നോമിനേറ്റഡ് അംഗങ്ങളും വരുന്നില്ല. ദ്വിസഭ നിയമനിർമ്മാണ സഭകളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾ വരുന്നില്ല. അതുപോലെ ഡൽഹി, പുതുച്ചേരി അങ്ങനെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നോമിനേറ്റഡ് അംഗങ്ങളും വരുന്നില്ല. കിട്ടിയോ? അപ്പോൾ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ ഉൾക്കൊള്ളാത്തവർ അല്ലെങ്കിൽ ഉൾപ്പെടാത്തവരാണ് ലോകസഭയിലെയും രാജ്യസഭയിലെയും നോമിനേറ്റഡ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ നോമിനേറ്റഡ് അംഗങ്ങൾ, പിന്നെ ദ്വിസഭ നിയമനിർമ്മാണ സഭകളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾ, ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നോമിനേറ്റഡ് അംഗങ്ങൾ. ഓർത്ത് വെച്ചേക്കണേ. ഉൾക്കൊള്ളുന്നത് ഇലക്ട്രൽ കോളേജിൽ ഉൾക്കൊള്ളുന്ന അംഗങ്ങളാണ് ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും. ഓക്കെ അല്ലേടാ? കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ, ലോക് അദാലത്ത് ഡാഷ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോക് അദാലത്ത് എന്ന് പറയുന്നത് ഡാഷ് ആണെന്ന്. ഭരണഘടനാ സ്ഥാപനമാണ്, എക്സിക്യൂട്ടീവ് ബോഡിയാണ്, നിയമപരമായ സ്ഥാപനമാണ്, ഇതൊന്നുമല്ല.
ഇതിനകത്ത് ഏതാണ് ആൻസർ വരുന്നത്? ലോക് അദാലത്ത് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കിട്ടിയോ ആൻസർ? അതൊരു നിയമപരമായ സ്ഥാപനമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നിയമപരമായിട്ടുള്ള സ്ഥാപനമാണ് ലോക് അദാലത്ത് എന്ന് പറയുന്നത്. ഓക്കെ. 1987 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പ്രകാരം ലോക് അദാലത്തുകൾക്ക് നിയമപരമായ പദവിയുണ്ട്, കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ലോക് അദാലത്തുകൾക്ക് നിയമപരമായ പദവി നൽകിയിട്ടുള്ളത് ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ 1987 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പ്രകാരമാണ്. ഏതാടാ? 1987 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പ്രകാരമാണ് ലോക് അദാലത്തുകൾക്ക് നിയമപരമായ പദവി നൽകിയിട്ടുള്ളത്. ഓക്കെ. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കാനായിട്ട് ചില നടപടികളൊക്കെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത്. അപ്പോൾ ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പാവപ്പെട്ടവനെന്നില്ല, പണക്കാരനെന്നില്ല, അങ്ങനെ അധികം അവർക്ക് സാധാരണക്കാർക്കായാലും എന്താണ് പാവപ്പെട്ടവർക്കാണെങ്കിലും എന്താണ് അധികം പണച്ചെലവില്ലാതെ ഗവൺമെന്റ് ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? നീതി ലഭ്യമാക്കാനായിട്ട് ഗവൺമെന്റ് ചില നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ലോക് അദാലത്ത് എന്ന് പറയുന്നത്. ഈ ലോക് അദാലത്ത് എന്ന ഹിന്ദി വാക്കാണ് കേട്ടോ. ലോക് അദാലത്ത് എന്ന് പറയുന്നത് ഹിന്ദി വാക്കാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ലോക് അദാലത്തിന്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ കോടതി എന്നാണ്. ലോക് അദാലത്തിന്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ കോടതി. കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, അതുപോലെ തന്നെ കാലതാമസം ഒഴിവാക്കുക, ഇതൊക്കെയാണ് ലോക് അദാലത്തിന്റെ ലക്ഷ്യം. ലോക് അദാലത്ത് എന്താണെന്ന് മനസ്സിലായില്ലേ? അതിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായോ? കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒന്നും വരുത്തരുത്. അതാണ് ലോക് അദാലത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ലോക് അദാലത്ത് എന്ന് പറയുന്നത് ഒരു നിയമപരമായ സ്ഥാപനമാണ് കേട്ടോ. 1987 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പ്രകാരമാണ് ഈ ലോക് അദാലത്തുകൾക്ക് നിയമപരമായ പദവി നൽകിയിട്ടുള്ളത്. ഓക്കേടാ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രിയുടെ ചുമതലകളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രിയുടെ ചുമതലകളിൽ പെടാത്തത്. ഒന്നാമത്തെ ഓപ്ഷൻ കേന്ദ്ര മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. അത് പ്രധാനമന്ത്രിയുടെ ചുമതലയിൽ പെടുന്നതാണ് അല്ലെ. കേന്ദ്ര മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക. ക്യാബിനറ്റ് മീറ്റിങ്ങുകൾ അധ്യക്ഷത വഹിക്കുന്നു. അതും പ്രധാനമന്ത്രിയുടെ ചുമതലയാണ്. ക്യാബിനറ്റ് മീറ്റിങ്ങുകൾ അധ്യക്ഷത വഹിക്കുക എന്നുള്ളത്. മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത വകുപ്പുകളുടെ ചുമതല വഹിക്കുക. അതും ഇദ്ദേഹത്തിന്റെ ചുമതലയാണ്. എന്നാൽ ദേശീയ വികസന കൗൺസിലിന്റെ വൈസ് ചെയർമാൻ സ്ഥാനം വഹിക്കുന്നു. അത് തെറ്റല്ലേടാ. ദേശീയ വികസന കൗൺസിലിന്റെ വൈസ് ചെയർമാൻ സ്ഥാനം വഹിക്കുന്നു അദ്ദേഹത്തിന്റെ ചുമതലയല്ല. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ചുമതലകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. കേന്ദ്ര മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്നു, മറ്റ് മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത വകുപ്പുകളുടെ ചുമതല അദ്ദേഹമാണ് വഹിക്കുന്നത്. ഇങ്ങനെ 3 ചുമതലകളാണ് അദ്ദേഹത്തിനുള്ളത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ദേശീയ വികസന കൗൺസിലുമായിട്ട് പ്രധാനമന്ത്രിക്ക് എന്താണ് ബന്ധം? ദേശീയ വികസന കൗൺസിലിന്റെ ആരാണ് അദ്ദേഹം? ചെയർമാനാണല്ലേ. ദേശീയ വികസന കൗൺസിലിന്റെ ചെയർമാൻ സ്ഥാനമാണ് പ്രധാനമന്ത്രി വഹിക്കുന്നത്. ഈ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതേ ഉള്ളൂ. രാഷ്ട്രപതിയുടെ ചുമതല പഠിച്ചപ്പോൾ പഠിച്ചതാണ്. രാഷ്ട്രപതിയാണല്ലേ. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. ഭരണഘടന അനുസരിച്ച് പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായ വ്യക്തിക്ക് പ്രധാനമന്ത്രിയാകാം. അപ്പോൾ ഭരണഘടന അനുസരിച്ചിട്ട് എങ്ങനെയാണ്? പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ, അതായത് രാജ്യസഭയിലും ആകാം അല്ലെങ്കിൽ ലോകസഭയിലാകാം, അങ്ങനെയുള്ള അംഗമായ ഏതൊരു വ്യക്തിക്കും പ്രധാനമന്ത്രിയാകാൻ പറ്റും. പാർലമെന്റിന്റെ 2 സഭകളിലും അംഗമല്ലാത്ത വ്യക്തിയെയും പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാൻ പറ്റും. എന്നാൽ ഒരു കണ്ടീഷനുണ്ട്. 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സഭയിൽ അംഗമാകണം. മനസ്സിലായോ? നമ്മൾ ആദ്യം പറഞ്ഞു പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായവരെ നമുക്ക് പ്രധാനമന്ത്രി ആക്കാൻ പറ്റും. എന്നാൽ പാർലമെന്റിന്റെ 2 സഭകളിലും അംഗമായില്ലെങ്കിലും അദ്ദേഹത്തെ നമുക്ക് പ്രധാനമന്ത്രിയായി നിയമിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉള്ളത് എന്താണ്? 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സഭയിൽ അംഗമാകണം. മനസ്സിലായോ? ഇനി പ്രധാനമന്ത്രിയെ പറ്റി പറയുന്ന ഭരണഘടന ആർട്ടിക്കിൾ എത്രയാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ എത്രയാണ്? 75 ആണ് അല്ലേ. പ്രധാനമന്ത്രിയെ നിയമിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 75 ആണ്. പ്രധാനമന്ത്രിയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യവും നിശ്ചയിക്കുന്ന ആരാണ്? പാർലമെന്റ് ആണ്. പ്രധാനമന്ത്രിയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും രാഷ്ട്രപതിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ശമ്പളവും മറ്റ് ആനുകൂല്യവും നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. ഓക്കേടാ, കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന സൂചനകൾ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൽകിയിരിക്കുന്ന സൂചനകൾ കേട്ടിട്ട് അത് ഭരണഘടനയുടെ ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയണം. ഒന്നാമത് ഭരണഘടന അനുസരിക്കുക. ഒരെണ്ണം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഭരണഘടന അനുസരിക്കുക, ഭരണഘടനയെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക.
ഇത് രണ്ട് സൂചനകളും ഭരണഘടനയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിട്ടുന്നുണ്ടല്ലേ? നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിർദ്ദേശക തത്വങ്ങളല്ല, മൗലിക കടമകൾ അല്ലേ? മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭരണഘടന അനുസരിക്കുക, അതുപോലെ തന്നെ ഭരണഘടനയെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക അല്ലേ എന്നുള്ളതൊക്കെ എന്താണ്? നമ്മുടെ മൗലിക കടമയാണ്. ഓക്കെ. എന്നാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് എന്നാണ്? 1977 ജനുവരി 3-നാണ് അല്ലേ? ഏത് ഭേദഗതി പ്രകാരമാണ്? 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ നിലവിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? DPSP നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് ഒരിക്കലും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ? നോൺ ജസ്റ്റിസിബിൾ ആണ്. അതുപോലെ തന്നെയാണ് മൗലിക കടമകളും. ഓക്കെ, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഇനി 42-ാം ഭരണഘടനാ ഭേദഗതി നടപ്പാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് അല്ലേ? ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ പ്രസിഡന്റോ? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ചോദിക്കുവേ, 42-ാം ഭരണഘടന വഴിയാണ് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. ഈ 42-ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. ഓക്കെ അല്ലേടാ? കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് എന്നാൽ എന്ത്? എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? നമ്മൾ എപ്പോഴും പറയും റിപ്പബ്ലിക് ആണ്, ഇന്ത്യ റിപ്പബ്ലിക് ആണ് അല്ലേ? എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ്? ലോകത്തെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് നൗറു ആണ്. ലോകത്തെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്കാണ് നൗറു. ലോകത്തെ പഴക്കം ചെന്ന റിപ്പബ്ലിക് ഏതാ? സാൻ മരീനോ. ഓക്കെ, ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന റിപ്പബ്ലിക് ഏതാണ്? സാൻ മരീനോ. റിപ്പബ്ലിക് എന്നൊരു കൃതി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റിപ്പബ്ലിക് എന്ന കൃതി ആരുടെയാണത്? പ്ലേറ്റോയുടെയാണ് അല്ലേ? റിപ്പബ്ലിക് എന്ന കൃതി രചിച്ചത് ആരാണ്? പ്ലേറ്റോയാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാ? പാർലമെന്റുകളുടെ മാതാവ് ആരാ? ബ്രിട്ടനാണ് അല്ലേ? ബ്രിട്ടനാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് നൗറു, പഴക്കം ചെന്നതാണെങ്കിൽ അത് സാൻ മരീനോ. റിപ്പബ്ലിക് എന്ന കൃതി ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റോയുടെയാണ്. പാർലമെന്റുകളുടെ മാതാവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനാണ്. ഓക്കെ ആണല്ലോ? കിട്ടിയ ഇത്രയും? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മതി കേട്ടോ, ഒത്തിരി ആയാൽ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണേ. ഓക്കേടാ, നാളെ കാണാം. എല്ലാവരും ക്ലാസ് കണ്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ എല്ലാവരും. ഓക്കേടാ, ബൈ.